നിന്റെ ഭർത്താവ് നിന്നോട് ദേഷ്യപ്പെട്ടേക്കാം, പക്ഷേ അത് അള്ളാഹു നിനക്ക് മറ്റൊരു മാർഗത്തിലൂടെ നന്മ നൽകുന്നതാണ്. എന്തിനാണ് അതിനുള്ള സാഹചര്യം ഒരുക്കുന്നത് പെങ്ങളെ? എല്ലാ വൃത്തികേടുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടതല്ലയോ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ലോകാവസാനത്തിലേക്ക് ഈ ഉമ്മത്ത് മുഹമ്മദ് എത്തിപ്പെടുമ്പോ പൊന്നുമ്മ പൊന്നുപ്പ പൊന്നുപ്പ ഇനി നമുക്ക് ആത്മീയതയില്ലാതെ ജീവിച്ചുകൂടാ. നമ്മുടെ എല്ലാം പിടിച്ചു വെക്കപ്പെടുകയാണ്. നമ്മുടെ രാജ്യങ്ങൾ പിടിച്ചു വെക്കപ്പെടുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഉന്നതമായ ശ്രേണിയിൽ വസിക്കുന്നവരില്ലേ, മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ നന്മകളെയും പിടിച്ചു വെക്കുമ്പോ കർണാടകയിലാണ് ഇന്ന് ഫോട്ടോ കണ്ടപ്പോ ഞാൻ പേടിച്ചു പോയതല്ല. ഏതൊക്കെയോ ക്ഷുദ്രശക്തികൾ അവിടെയുള്ള മക്കാമുകൾ പൊളിച്ചടക്കുകയാണ്. ആ മക്കാമുകളുടെ മുകളിലേക്ക് കാൽപാദം എടുത്തു വെക്കുകയാണ്. കാരണം എന്തെന്നറിയോ? ഉമ്മത്ത് മുഹമ്മദിന്റെ ഹദഫനമാണ്. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ നാം ജീവിച്ചു പോയാൽ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മാർഗത്തിലൂടെ നാം ജീവിച്ചു പോയാൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. മുഅ്മിനീങ്ങളെ, ലോകാവസാനത്തിലേക്ക് കടന്നു വരുമ്പോ, വിചാരം അധികരിക്കുമ്പോ, കള്ളുകുടി അധികരിക്കുമ്പോ, മോശത്തരങ്ങൾ അധികരിക്കുമ്പോ, അതിന്റെ പിന്നാലെയാണ് നാം കടന്നു പോകുന്നതെങ്കിൽ, സീരിയലിന്റെ പിന്നാലെ, സിനിമയുടെ പിന്നാലെ, ജൂദായിസം നമുക്ക് മുമ്പിൽ നൽകിയ ഈ ഗെയിമുകളുടെ പിന്നാലെ നമ്മുടെ മക്കളെ വഴി നടത്തുമ്പോ, പൊന്നുപ്പമാരെ ഉമ്മമാരെ, മക്കളുടെ കൈകളിലേക്ക് കൊടുക്കുന്ന മൊബൈൽ ഫോണില്ലേ, ഗെയിമിന് വേണ്ടി കളിക്കാൻ കൊടുക്കുന്ന പൊന്നുമോന് കൊടുക്കുന്ന മൊബൈലില്ലേ, ആ മൊബൈലിലൂടെ പൊന്നുമോന് കാർ റേസിംഗ് ആണ് കളിക്കുന്നതെങ്കിലും ആ കാർ റേസിംഗ് കളിക്കുന്ന മോനോട് ചോദിക്കുക, നീ എന്താണ് ആ കളിയിലൂടെ കണ്ടുപോയത്? ആ സമയം അവൻ പറയുന്നത്, അതിലൂടെ ഒരു കാറ് പോകുന്നുണ്ടായിരുന്നു, ഞാൻ എന്റെ കാറിനെ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു വഴിയിലൂടെ ഒരു പെണ്ണ് നടക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഗെയിമിന്റെ ഉള്ളിലേക്ക് ഒരു പെണ്ണിന്റെ വൃത്തികെട്ട ഒരു ശരീരത്തെ കൊണ്ടുവച്ചതാരാ? അതൊക്കെ ജൂദായിസത്തിന്റെ സൃഷ്ടികളാണ്. എല്ലാ പെണ്ണെന്നുള്ള വഴികളിലൂടെ കടന്നു വരുമ്പോ അത് കളിക്കുന്ന പെങ്ങന്മാര് കരുതുകയാണ്, ഞാൻ ഇങ്ങനെയാണ് നടക്കേണ്ടത്, എന്റെ സംസ്കാരം ഇങ്ങനെയാണ് ആവേണ്ടത്, തുണിയഴിച്ചിട്ടാണ് ഞാൻ സമൂഹത്തിലൂടെ നടന്നു നീങ്ങേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കുമ്പോ അത് കാണുന്ന പൊന്നുമക്കളുടെ മെമ്മറിയിലേക്ക് കടന്നു വരുന്നതെന്നറിയോ? എല്ലാ പെണ്ണുങ്ങളും ഇതുപോലെയല്ലയോ? എല്ലാ പെണ്ണും ഇതുപോലെയല്ലയോ? ആ ഒരു ചിന്തയിലേക്ക് നമ്മളെ മടത്തിക്കൊണ്ടുപോകാൻ ജൂദായിസത്തിന്റെ തലതൊട്ടപ്പന്മാര് നമ്മുടെ വഴി നടത്തി പോകുമ്പോ, പൊന്നുകുപ്പമാരെ ഉമ്മമാരെ സൂക്ഷിച്ചോ. നമ്മുടെ ജീവിതത്തിൽ ആത്മീയതയില്ലാതെ ഭൗതിക പ്രബദ്ധതയോടുള്ള താല്പര്യം കടന്നു വരുമ്പോ നാം നാശത്തിലേക്കാണ്. ആ നാശത്തെ പിടിച്ചു വെക്കാനാണ് ഉമ്മത്തിന്റെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ മജ്ലിസിനോട് സ്ഥാപിച്ചപ്പോ എന്തോരം അത്ഭുതങ്ങളാണ്. വരുന്ന ഉമ്മമാരെല്ലാം തട്ടമിട്ടവളാ. ആ തട്ടമിട്ടവൾക്ക് എല്ലാ മാസവും നസീഹത്ത് കൊടുക്കുകയാണ്, ഇങ്ങനെ ജീവിക്കണം പെങ്ങളെ. മുമ്പിൽ വന്നിരിക്കുന്ന കുപ്പമാരിൽ കൂടുതൽ പേരും തലമറിച്ചവരാണ്, റസൂലുള്ളാഹിയുടെ സുന്നത്തെടുത്തവരാണ്. എല്ലാവരോടും പറയുന്നത്, ഇങ്ങനെ ജീവിക്കണം ഉപ്പമാരെ, ഇങ്ങനെ ചെയ്യല്ലേ, ഇന്നത് നിഷിദ്ധമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ എപ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് അള്ളാഹു പടച്ചതമ്പുരാൻ നൽകിയ ചെവിയിലൂടെ നാം കേൾക്കുമ്പോ അൽഹംദുലില്ലാഹ് അതൊരു പരിവർത്തനമാക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്ന ഹൈദരലി ശിഹാബ്, അല്ലാഹുവേ 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 ദീർഘായുസ് നൽകണേ അല്ലാഹ്.